പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന പാലക്കാട്ടുകാരൻ പയ്യൻ പിന്നീട് 600-ലധികം കുടുംബങ്ങൾക്ക് ആശ്രയമായി മാറി. ഇന്ത്യയിലെ ഡോക്ടർമാർക്ക് പ്രിയപ്പെട്ടവനായി മാറി. KV സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റിസർച്ച് സെന്റർ സ്ഥാപകൻ KV സജീഷിന്റെ അത്ഭുതകരമായ ജീവിതയാത്ര. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് ഗണപതിപ്പാറ എന്ന ഗ്രാമത്തിലാണ് സജീഷ് ജനിച്ചു വളർന്നത്. നിത്യവൃത്തിക്കായി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ 110ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഗണപതിപ്പാറ. കല്ലും മണ്ണും ചുമക്കാനാണ് സജീഷിന്റെ അച്ഛനും അമ്മയും പോയിരുന്നത്. പഠനം സജീഷിന് ഒട്ടും വഴങ്ങുന്ന ഒന്നായിരുന്നില്ല. എന്നിട്ടും അവൻ 10 വർഷം പഠിച്ചു. 10ാം ക്ലാസ്സിൽ 600-ൽ 93 മാർക്ക് വാങ്ങി ഗംഭീരമായി പരാജയപ്പെട്ടു. ഇംഗ്ലീഷിന് ലഭിച്ചത് 2 മാർക്ക്. 2 മാർക്ക് ലഭിച്ചതിന് സജീഷിന്റെ വിശദീകരണം ഇങ്ങനെ: ആൻസർ ഷീറ്റിൽ രജിസ്റ്റർ നമ്പറും മറ്റു ഡീറ്റെയിൽസും എഴുതി കഴിഞ്ഞാൽ എനിക്കൊന്നും എഴുതാനുണ്ടായിരുന്നില്ല. എക്സാം ഹാളിലെ ടീച്ചർക്ക് കാലി പേപ്പർ കൊടുക്കാനുള്ള മടി കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി പകർത്തിവെച്ചു. പകർത്തിയത് അക്ഷരത്തെറ്റില്ലാത്തത് കൊണ്ടാവും 2 മാർക്ക് തന്നത്. അച്ഛനും അമ്മയും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആ ഗ്രാമത്തിൽ 10ാം ക്ലാസ് തോറ്റവരൊക്കെ അന്യനാടുകളിൽ പോയി വല്ല ജോലിയും കണ്ടെത്തലാണ് പതിവ്. സജീഷും അതുപോലെ തന്നെ യാത്രയായി. ബാംഗ്ലൂരിലേക്കാണ് സജീഷ് പോയത്. ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ ഒരാളോടും സംസാരിക്കാൻ ഭാഷ പോലും അറിയാതെ കറങ്ങി നടന്നു. സജീഷിനെ ശ്രദ്ധിച്ച ഒരു മലയാളി അവന്റെ അടുത്ത് വന്ന് കാര്യം അന്വേഷിച്ചു. അവൻ കാര്യം പറഞ്ഞു. അയാൾ അവനെ അടിമുടി ഒന്ന് നോക്കി. ഈ പ്രായത്തിൽ നിനക്ക് എന്ത് ജോലി കിട്ടാനാണ്? തൽക്കാലം അയാൾ അവനെ കൂടെ കൂട്ടി. അയാൾക്ക് ബാംഗ്ലൂരിൽ ഓപ്പറേഷനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനമുണ്ടായിരുന്നു. അവിടേക്ക് അവനെ കൊണ്ടുപോയി. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പണി പൂർത്തിയായ ശേഷം നന്നായി കഴുകി തുടച്ച് പാക്ക് ചെയ്യുന്ന പണിയുണ്ടായിരുന്നു. ആ പണി അവനെ ഏൽപ്പിച്ചു. അത് വളരെ സന്തോഷത്തോടു കൂടി അവൻ ചെയ്തു തുടങ്ങി. താൻ വൃത്തിയാക്കുന്ന ഉപകരണങ്ങൾ ജീവൻ രക്ഷിക്കാനുള്ള വലിയ വലിയ ഓപ്പറേഷന് ഉപയോഗിക്കുന്നവയാണെന്നുള്ള ഗൗരവമൊന്നും അവനുണ്ടായിരുന്നില്ല. തന്നെ ഏൽപ്പിച്ച പണി വളരെ കൃത്യമായി അവൻ വേഗത്തിൽ തന്നെ ചെയ്തു തീർത്തു. ബാക്കിയുള്ള സമയം ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തു ചെന്ന് കൗതുകത്തോടുകൂടി അത് നോക്കി നിന്നു. ഇത് കണ്ട ഓണർ അവനോട് പറഞ്ഞു, നിനക്ക് താല്പര്യമാണെങ്കിൽ നിന്റെ പണി കഴിഞ്ഞ ശേഷം ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്നതിൽ ഹെൽപ്പറായി നിന്നോ. അവന് വലിയ സന്തോഷമായി. അവൻ അവിടെയുള്ള പണി ഓരോന്നായി വളരെ പെട്ടെന്ന് പഠിച്ചെടുത്തു. പിന്നീട് പല പണികളും സ്വന്തമായി ചെയ്യാൻ തുടങ്ങി. 3 വർഷം കൊണ്ട് നല്ലൊരു ഇൻസ്ട്രുമെന്റ് മേക്കറായി സജീഷ് മാറി. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൂടുതലും വരുന്നത് ജർമ്മൻ കമ്പനിയുടേതാണ്. പക്ഷെ ഈ ഇൻസ്ട്രുമെന്റിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ സർവീസിന് കമ്പനിയിലേക്ക് അയച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും. പല ഡോക്ടർമാരും സർവീസ് ചെയ്യിപ്പിച്ചിരുന്നത് നാട്ടിലുള്ള ഏതെങ്കിലും കമ്പനികളിലായിരുന്നു. പല ഡോക്ടർമാർക്കും അവർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന് ഓപ്പറേഷന് സഹായകരമായ രീതിയിൽ ചില മോഡിഫിക്കേഷൻ വേണ്ടിവരും. ഇതും നല്ല കഴിവുള്ള പണിക്കാരെ കണ്ടെത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറാണ് പതിവ്. സജീഷിന്റെ കമ്പനിയിൽ ഇങ്ങനെ വരുന്ന സർവീസുകൾ മിക്കവാറും സജീഷിനെ കൊണ്ടാണ് ഓണർ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നത്. നാട്ടിലുള്ള പല കമ്പനികളും ചെയ്യുന്നത് ജർമ്മൻ പ്രൊഡക്റ്റുകളെ കോപ്പി ചെയ്യാറാണ്. എന്നാലും അത്ര പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പ്രശസ്തനായ കാർഡിയാക് സർജനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയവറമ്പിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഡോക്ടർക്ക് താൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന് ചില മോഡിഫിക്കേഷൻ വേണ്ടി വന്നു. ഇക്കാര്യത്തിന് പല ഇൻസ്ട്രുമെന്റ് മേക്കേഴ്സിനെയും കണ്ട് അവസാനം സജീഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും എത്തി. ഓണർ ഡോക്ടറുടെ ആവശ്യം നോക്കാൻ സജീഷിനെ ചുമതലപ്പെടുത്തി. ഡോക്ടറുടെ ആവശ്യപ്രകാരം ഒരു മേജർ ഓപ്പറേഷൻ ഉള്ള ദിവസം സജീഷ് ലിസി ഹോസ്പിറ്റലിൽ എത്തി. ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടറോടൊപ്പം സജീഷും ഉണ്ടായിരുന്നു. ഡോക്ടർ താൻ ആവശ്യപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അവനെ കാണിച്ചു മനസ്സിലാക്കി കൊടുത്തു. ഡോക്ടറുടെ ആവശ്യങ്ങൾ അവന് കൃത്യമായി മനസ്സിലായി. അവൻ കമ്പനിയിൽ തിരിച്ചെത്തിയ ശേഷം ഡോക്ടർ ആഗ്രഹിച്ച രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി നിർമ്മിച്ചു കൊടുത്തു. ഇതിനിടയിൽ വീട്ടിൽ
അനിയത്തിയുടെ വിവാഹത്തിനെടുത്ത കടം വീട്ടാൻ അച്ഛൻ നന്നേ ബുദ്ധിമുട്ടുകയായിരുന്നു. ഒരിക്കൽ അച്ഛനൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. വീട്ടിൽ റെസ്റ്റിലായിരുന്നു. അച്ഛന്റെ മുറിവ് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി വീണ്ടും ഒരു ആക്സിഡന്റ് കൂടി ഉണ്ടായി. അതോടെ അച്ഛൻ 2 വർഷത്തോളം ചികിത്സയിലായി. ഇതൊക്കെ സംഭവിക്കുന്നത് ബാംഗ്ലൂർ കമ്പനിയിൽ പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 വർഷത്തിനിടയിലായിരുന്നു. അച്ഛന്റെ അസുഖം ഭേദമായതിനു ശേഷം കടം വാങ്ങിച്ച ആളുകൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നമുക്ക് മനസ്സമാധാനം വേണം. ഇപ്പോഴുള്ള വീടും സ്ഥലവും വിറ്റാലോ? കടം തീർന്നാൽ സ്വസ്ഥതമായി ഉറങ്ങാം. അതുപ്രകാരം വീടും സ്ഥലവും വിറ്റ് ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി. ഡോക്ടർ ജോസ് ചാക്കോയ്ക്ക് ഞാൻ കൊടുത്തയച്ച ഉപകരണം നന്നായി ഉപകാരപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം ഡോക്ടേഴ്സിന്റെ പല കോൺഫറൻസുകളിലും ബാംഗ്ലൂർ കമ്പനിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതേ തുടർന്ന് കമ്പനിയിൽ എൻക്വയറി വർദ്ധിക്കാൻ തുടങ്ങി. വീട്ടിലുണ്ടായിരുന്ന കടബാധ്യതയെക്കുറിച്ചൊക്കെ ഞാൻ കമ്പനി ഓണറിനെ അറിയിച്ചു. അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ ജോസ് ചാക്കോയുടെ ഓർഡറുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യ്. അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓണർ ഉറപ്പു നൽകി. സജീഷ് ഉത്സാഹത്തോടെ ജോലികളിൽ മുഴുകി. ഒരു ദിവസം കമ്പനിയിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴി നായ കുറുകെ ചാടി ബൈക്ക് വീണു. സാരമായ പരിക്കുപറ്റി. ചികിത്സാ ചെലവെല്ലാം കമ്പനി എടുത്തു. ചികിത്സ കഴിഞ്ഞപ്പോൾ വലതു കൈക്ക് അല്പം തകരാറുണ്ടായിരുന്നു. ചികിത്സ കഴിഞ്ഞ് കമ്പനിയിൽ തിരിച്ചെത്തിയെങ്കിലും ഓണർ അവിടുത്തെ മേജർ വർക്കുകളിൽ നിന്നെല്ലാം എന്നെ അകറ്റി നിർത്തുന്നത് പോലെ തോന്നി. എന്റെ കൈക്ക് സംഭവിച്ച തകരാർ കൊണ്ട് എനിക്ക് പഴയ പോലെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഓണർ മനസ്സിലാക്കി. വീട്ടിലെ പ്രശ്നങ്ങൾക്ക് എന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ ആൾ ഓരോ കാര്യം പറഞ്ഞ് വഴുതി മാറുന്നു. എന്നെ അവഗണിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ കമ്പനിയിൽ ധാരാളം ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് പലതും ഞാൻ ഡിസൈൻ ചെയ്ത മോഡലുകൾക്കാണ്. പക്ഷെ അതിനുള്ള അംഗീകാരമോ പരിഗണനയോ ഒന്നും തന്നെ എനിക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല. ഈ അവഗണന കൂടിയായപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. കരഞ്ഞുകൊണ്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ചു നാട്ടിലേക്ക് മടങ്ങി. വാടക വീട്ടിൽ ഞാൻ തിരിച്ചെത്തി. ഇനി എന്തു ചെയ്യും എന്നറിയാതെ ഞങ്ങൾ കണ്ണിൽ കണ്ണും നോക്കിയിരിപ്പായി. അറിയാവുന്ന പണി ഒന്നു മാത്രമേയുള്ളൂ. അതും പണി മാത്രമേ അറിയൂ. അത് മാർക്കറ്റ് ചെയ്യാനോ ബിസിനസ്സോ എനിക്ക് അറിയില്ല. ബാംഗ്ലൂർ കമ്പനിയിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന MBA-കാരാണ്. എന്തു ചെയ്യണം? മനസ്സിൽ ഒന്നും തെളിയുന്നില്ല. ഒടുവിൽ തന്റെ പ്രൊഡക്റ്റ് അംഗീകരിച്ച ഡോക്ടർ ജോസ് ചാക്കോയെ കണ്ട് കാര്യം പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം ലഭിച്ചില്ല. മുൻപ് ഞാൻ കണ്ടത് ഒരു കമ്പനിയുടെ പേരിലാണ്. ഇന്ന് എനിക്കൊരു അഡ്രസ്സുമില്ല. 3 ദിവസം ശ്രമിച്ചു, പക്ഷെ ഫലം കണ്ടില്ല. ഇനി കൂടുതൽ എറണാകുളം താമസിക്കുവാനുള്ള ഫണ്ട് കയ്യിലില്ല. ഒരു ദിവസം കൂടി അവസാന ശ്രമം നടത്തി നാട്ടിലേക്ക് മടങ്ങാം എന്നുറപ്പിച്ചു. ആശുപത്രിക്ക് അകത്ത് ചെന്ന് കാണാനല്ലേ പറ്റാത്തത്. അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്തു നിന്ന് കാണാമല്ലോ എന്ന് കരുതി അദ്ദേഹത്തിന്റെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി രാവിലെ മുതൽ കാത്തുനിന്നു. ഒടുവിൽ അദ്ദേഹം വന്നു. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്നോട് കാര്യം അന്വേഷിച്ചു. ഞാൻ ഉള്ള കാര്യം ഒന്നും മറയ്ക്കാതെ അദ്ദേഹത്തോട് പറഞ്ഞു. 3-4 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കാണാൻ സാധിച്ച സന്തോഷത്തിൽ ഞാൻ ആകെ വിതുമ്പിപ്പോയി. അദ്ദേഹം എന്നെ ചേർത്തു പിടിച്ച് എന്റെ പുറത്തു തട്ടി. നിന്റെ പ്രൊഡക്റ്റ് മറ്റൊരു ബ്രാൻഡിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യൂ, പുതിയൊരു ബ്രാൻഡിൽ പ്രൊഡക്റ്റ് നിർമ്മിക്കൂ, ഞാൻ എടുത്തോളാം. ഇനി പ്രൊഡക്ഷൻ ആവശ്യമായത് എന്തൊക്കെയാണ് എന്ന് നീ തീരുമാനിക്കൂ. അതിനാവശ്യമായത് ഞാൻ ചെയ്തു തരാം. പക്ഷെ നീ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പണത്തിനു വേണ്ടി പണിയെടുക്കരുത്. നമ്മൾ ചെയ്യുന്ന പണി വൃത്തിയായി ചെയ്താൽ പണം നമ്മുടെ കൂടെ വരും. ഉണ്ടാക്കുന്ന ഉപകരണത്തിന്റെ പ്രാധാന്യം എന്ത് എന്ന ബോധം നിനക്കുണ്ടാവണം. ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആളുകൾ പെടാപ്പാടുപെടുന്നത്. ആ ഗ്രൂപ്പിലെ ഒരംഗമാണ് നിങ്ങളും എന്ന ബോധത്തോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. നീ എത്ര ഉയരത്തിലെത്തിയാലും നിന്റെ ശ്രദ്ധയില്ലാതെ ഒരു ഉൽപ്പന്നവും ആശുപത്രികളിൽ എത്തരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടായിരുന്നാൽ നീ രക്ഷപ്പെടും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രൊഡക്ഷനുള്ള ചെലവുകൾ കണക്കാക്കി ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ അതിനുള്ള സഹായം നൽകി. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു. എനിക്കറിയാവുന്ന, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട്. അവരോടും നിന്നെക്കുറിച്ച് പറയാം. തന്റെ വാടക വീടിന്റെ ചായ്പിൽ ഒരു ടാർപോളിൻ വലിച്ചു കെട്ടി
അത്യാവശ്യം വേണ്ട മെഷീൻസ്, റോ മെറ്റീരിയൽസ് എന്നിവ വാങ്ങി ജോലി ആരംഭിച്ചു. ഡോക്ടറുടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പല ഡോക്ടർമാരും ആശുപത്രികളും സജീഷിനെ വിളിച്ചു പ്രൊഡക്റ്റിന് ഓർഡർ നൽകി. KV സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നായിരുന്നു സജീഷ് തന്റെ സ്ഥാപനത്തിനു നൽകിയ പേര്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നല്ല രീതിയിൽ ഓർഡറുകൾ വന്നു. എനിക്ക് ഒറ്റയ്ക്ക് എടുത്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. മുൻപ് എന്റെ കൂടെ ജോലി ചെയ്ത ആളുകളെയും ചില പുതിയ ആളുകളെയും ജോലിക്ക് വെച്ചു. വാടക വീട്ടിലെ ഷെഡിൽ നിന്നും ഒരു വാടക കെട്ടിടത്തിലേക്കും മെഷീൻസും മറ്റും മാറ്റി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് പ്രൊഡക്ഷന് വേണ്ടി സജീഷ് ഉപയോഗിച്ചിരുന്നു. എന്തു തന്നെ ആവശ്യമുണ്ടായാലും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വന്നു കാണാനുള്ള പെർമിഷൻ ഡോക്ടർ ജോസ് ചാക്കോ അവന് നൽകിയിരുന്നു. എന്തെങ്കിലും പ്രതിസന്ധികളോ മാനസിക ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ ഒക്കെ സജീഷ് അദ്ദേഹത്തെ ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹം അവന്റെ ഒരു മെന്റർ കൂടിയായിരുന്നു. ഒരിക്കൽ ഡോക്ടർ ജോസ് സാർ പറഞ്ഞു, പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സു തളരാതെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. മൂല്യം അളക്കാനാവാതെ കാലം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ആദ്യം ഇൻസ്ട്രുമെന്റ് സ്ഥാപനമായാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അതിൽ ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് കൂടി കൂട്ടിച്ചേർത്തു. ആദ്യകാലങ്ങളിൽ ജർമ്മൻ പ്രൊഡക്റ്റ് മാത്രമാണ് ഹോസ്പിറ്റലുകൾ ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ജർമ്മൻ ഉൽപ്പന്നങ്ങളുടെ കോപ്പിയുള്ള പ്രൊഡക്റ്റുകളും ഇവിടുത്തെ കമ്പനികൾ നിർമ്മിച്ചിരുന്നു. അതും ഹോസ്പിറ്റലുകൾ ഉപയോഗിച്ചിരുന്നു. സജീഷ് അത് ഡോക്ടേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തു കൊടുത്തു. വിലയേറിയ ജർമ്മൻ ഉൽപ്പന്നങ്ങൾ എങ്ങനെ വില കുറച്ച് ആശുപത്രികളിൽ ലഭ്യമാക്കാൻ സാധിക്കും എന്ന റിസർച്ച് ആയിരുന്നു സജീഷിന്റെ സ്ഥാപനത്തിൽ നടന്നത്. ഉൽപ്പന്നങ്ങളുടെ വില കുറയുക വഴി അതിന്റെ ഗുണങ്ങൾ രോഗികൾക്കും ലഭിക്കണം എന്നത് ഹോസ്പിറ്റൽ അധികൃതരോട് പറഞ്ഞിരുന്നു. ന്യൂറോ, കാർഡിയോ, ഓർത്തോ, ENT, സ്പൈൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള പ്രൊഡക്റ്റുകൾ KV സർജിക്കൽ നിർമ്മിക്കുന്നു. 1500ഓളം പ്രൊഡക്റ്റുകൾ KV നിർമ്മിക്കുന്നുണ്ട്. 2024 മികച്ച സംരംഭകനുള്ള അവാർഡ് കൈരളി ചാനൽ സജീഷിന് നൽകി. അവാർഡിന് സജീഷിനെ തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയായിരുന്നു. 2023-24 വർഷത്തിൽ സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് വ്യവസായ വിഭാഗത്തിൽ സജീഷിനായിരുന്നു. ഈ അവാർഡുകൾ സജീഷിന് കൂടുതൽ അവസരങ്ങൾ ഒരുക്കി. ഇന്ത്യയിൽ 1000ഓളം ഡോക്ടേഴ്സ് KVയുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. 600-ലധികം സ്റ്റാഫുകൾ ഇപ്പോൾ KVയിൽ ജോലി ചെയ്യുന്നു. ഓപ്പറേഷൻ ടേബിളിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ KV പുറത്തിറക്കി. സജീഷ് രസകരമായി പറയാറുണ്ട്, ആദ്യകാലങ്ങളിൽ ജർമ്മൻ പ്രൊഡക്റ്റാണ് നമ്മൾ കോപ്പി അടിച്ചുകൊണ്ടിരുന്നത്, ഇനി സായിപ്പ് നമ്മുടെ പ്രൊഡക്റ്റ് കോപ്പി അടിച്ചോട്ടെ എന്ന്. 800-ലധികം ലൈവ് സർജറികളിൽ വിവിധ ഡോക്ടേഴ്സിന്റെ അനുവാദ പ്രകാരം കൂടെ നിന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിന്റെ ആവശ്യങ്ങൾ നേരിൽ കണ്ടു മനസ്സിലാക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അതുമൂലം പെർഫെക്ഷനോടുകൂടി അവരുടെ പ്രൊഡക്ട്സ് നിർമ്മിച്ചു കൊടുക്കാൻ സജീഷിന് കഴിഞ്ഞു. സജീഷ് നൽകുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന വൗ, സജീഷിന് അടുത്ത ജോലിക്കുള്ള ആവേശമായിരുന്നു. കമ്പനി വളർന്നപ്പോൾ താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ തന്നെ വീട് വെച്ച് അവിടേക്ക് താമസം മാറി. അച്ഛനും അമ്മയ്ക്കും അത് സന്തോഷവും അഭിമാനവുമായിരുന്നു. ജീവിതം സുരക്ഷിതമായി എന്ന് ചിന്തിച്ച് ഇനി എനിക്ക് കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന് തീരുമാനിച്ച സജീഷിനോട് ഡോക്ടർ ജോസ് ചാക്കോ പറഞ്ഞു, നീ ഇനിയും മുന്നോട്ട് പോകണം. ഇപ്പോൾ നിന്റെ കുടുംബം സുരക്ഷിതമാണ്, നിന്റെ സ്റ്റാഫ് സുരക്ഷിതമാണ്. കൂടുതൽ ആളുകൾക്ക് ആശ്രയമാവാൻ ഇനിയും നിനക്ക് കഴിയണം. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട്. സജീഷിന്റെ കമ്പനി ഇപ്പോൾ ഗ്ലോബൽ എക്സ്പാൻഷൻ ഒരുങ്ങുന്നു. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് നിർമ്മിക്കാനുള്ള ഒരു കോഴ്സ് സജീഷ് ഡിസൈൻ ചെയ്തു. ഇതിനൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുകയാണ് സജീഷിന്റെ ഉദ്ദേശം. ആദ്യ ബാച്ചിൽ 100 പേർക്ക് ട്രെയിനിങ് നൽകുക. 1 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് സ്വദേശത്തും വിദേശത്തുമായുള്ള സ്വന്തം സ്ഥാപനങ്ങളിൽ തന്നെ ജോലി നൽകുക. ഇതാണ് സജീഷിന്റെ ലക്ഷ്യം. KV സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ മോട്ടോ എന്ന് പറയുന്നത് സർജൻസ് ഇമാജിൻ, വി ക്രിയേറ്റ് എന്നാണ്. ഇനിയും ഈ മേഖലയിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സജീഷിന് സാധിക്കട്ടെ.